7ാം ക്ലാസ്സിലെ ശതമാനം എന്നുള്ള 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓണം ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ നമ്മൾ ഷോപ്പിന് മുന്നിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ഇത്ര ശതമാനം വിലക്കിഴിവ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിന് മുന്നിൽ 20% വിലക്കിഴിവ് എന്ന് കണ്ടുവെങ്കിൽ വിലക്കിഴിവ്, അപ്പോൾ അതൊരു ഡ്രസ്സ് കടയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 20% വിലക്കിഴിവ് എന്ന് ആ ഷോപ്പിന് മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ഈ 20% വിലക്കിഴിവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 20% എന്ന് പറഞ്ഞാൽ 20/100 അതായത് 100 രൂപക്ക് പർച്ചേസ് ചെയ്താൽ 20 രൂപ എന്ത് കിട്ടും? നമുക്ക് വിലക്കിഴിവായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു 30% എന്നുള്ള ഇതിലാണെങ്കിലോ 30% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് 30/100 അതായത് 100 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് 30 രൂപ അവിടെ എന്ത് കിട്ടും? വിലക്കിഴിവ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊരു ചോദ്യമുണ്ട്, നമുക്ക് അത് വെച്ചൊന്ന് ചെയ്യാം കേട്ടോ. ഓണം പ്രമാണിച്ച് കൈത്തറി വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവുണ്ട്. 3750 രൂപക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എത്ര രൂപ വിലക്കിഴിവ് കിട്ടും എന്നാണ് ചോദ്യം. അതായത് വിലക്കിഴിവ് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം എത്രയാണ് അവിടുത്തെ എത്ര രൂപക്കാണ് ഡ്രസ്സ് വാങ്ങിയ ടോട്ടൽ എമൗണ്ട്? 3750 രൂപക്കാണ് വാങ്ങിയത്. പിന്നെ അവിടുത്തെ വിലക്കിഴിവ് എന്ന് പറയുന്നത് എത്രയാണ്? 30%. 30%. അപ്പോൾ 30% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 30/100 എന്നല്ലേ. ആദ്യം നമ്മൾ ടോട്ടൽ എടുക്കാം കേട്ടോ. 3750 ഇൻറ്റു 30/100. അതായത് ഈ 0 ക്യാൻസലാക്കും, ഒരേപോലത്തെ 0-നൊക്കെ ക്യാൻസൽ, രണ്ട് ഭാഗത്തും ഉണ്ടെങ്കിൽ നമ്മളതിനെ ക്യാൻസലാക്കി കൊടുക്കുക കേട്ടോ. ഇനി 375 ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ നമുക്ക് 1125 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുക? വിലക്കിഴിവ് കിട്ടുക. അപ്പോൾ നമ്മളിനി ആ ഷോപ്പിൽ എത്ര രൂപ കൊടുത്താൽ മതി? എത്ര രൂപ കൊടുക്കണം? അതായത് ഈ 3750 രൂപ കൊടുക്കണ്ട അല്ലേ. 3750 ഇന്ന് എന്ത് കുറച്ചാൽ മതി? ഈ വിലക്കിഴിവ് കിട്ടിയ അത് കുറക്കുക, 1125 കുറക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ എത്ര രൂപ കൊടുത്താൽ മതി? ഇനി 2625 രൂപ. നിങ്ങളോട് വിലക്കിഴിവ് മാത്രം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രമാണ് കേട്ടോ ആൻസർ വരിക. അതല്ല അതിലെത്ര രൂപ ഇനി ഷോപ്പിൽ കൊടുക്കണം എന്ന് ചോദിക്കുക ചെയ്താണ്. അതായത് ഈ എമൗണ്ട് ഇതിന് കുറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനത്തെ ശതമാനങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പലിശ എത്ര ശതമാനം എന്നല്ലേ പറയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഹകരണ ബാങ്കിൽ ഒരു വർഷത്തെ സ്ഥിര നിക്ഷേപത്തിൽ 9% പലിശ കിട്ടും. 7500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷത്തിന് ശേഷം എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 9%. അപ്പോൾ നിങ്ങൾ അത് എഴുതി കൊടുക്കുക കേട്ടോ. പലിശ 9%. അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ്? എത്ര രൂപയാണ് നിക്ഷേപിച്ച തുക? 7500 കേട്ടോ. അപ്പോൾ നിക്ഷേപിച്ച തുക 7500 രൂപ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പലിശ കണ്ടുപിടിക്കാൻ എത്ര രൂപയാണ് നമുക്ക് പലിശ കിട്ടാമെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 7500 ഇൻറ്റു 9% എന്ന് പറഞ്ഞാൽ 9/100 അല്ലേ. അപ്പോൾ 7500 ഇൻറ്റു 9/100 അതായത് ഇതിലുള്ള ഓരോ 100 രൂപക്കും 9 രൂപ വെച്ച് നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. അപ്പോൾ നമുക്ക് ഈ 0 ക്യാൻസലാക്കാം, 2 0 വന്നു. 75 ഇൻറ്റു 9 അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പലിശ എന്ന് പറയുന്നത് 675 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ച് കിട്ടും അയാൾക്ക്? അതായത് ഈ എമൗണ്ടും കിട്ടും, പിന്നെ എന്ത് കിട്ടും? ഈ പലിശ കൂടി കിട്ടും അല്ലേ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന തുക എത്രയായിരിക്കും? അതായത് 7500 പ്ലസ് എത്രയാണോ അതിൻ്റെ പലിശ കിട്ടിയത് ഒരു വർഷത്തിന് 675. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ 8175 രൂപ എന്താണ് ഒരു വർഷത്തിന് ശേഷം തിരികെ കിട്ടും. ഇനി അഥവാ നമ്മളിത് ലോണാണ് എടുത്തതെങ്കിലോ, അതായത് നമ്മളിത് ലോണായിട്ട് നമ്മൾ നിക്ഷേപിച്ച് കാരണം നമുക്ക് ഇങ്ങോട്ട് പലിശ കിട്ടും. നമ്മൾ ലോൺ എടുത്തെങ്കിൽ നമ്മളിത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അതായത് ബാങ്കിന് നമ്മൾ എടുത്ത എമൗണ്ടിൻ്റെ കൂടെ ഈ പലിശ കൂടി കൂട്ടി കൊടുക്കണം. ഇനി അടുത്തത് നിങ്ങളുടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ടേബിൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം കേട്ടോ. 50% തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭിന്ന രൂപം എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, 50% എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50/100. ഇനി ഇതിൻ്റെ ലഘുരൂപം പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഫോമിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 50/100, അതായത് 0 ക്യാൻസലായപ്പോൾ ഇവിടെ 5/10. അപ്പോൾ 5/10 പറഞ്ഞാൽ ഇതിനൊന്നും കൂടി ചെറുതാക്കി വരുമ്പോൾ നമുക്ക് 5-ൽ 5 ഒരു പ്രാവശ്യം, 10-ൽ 5 2 പ്രാവശ്യം, 1/2. ഇനി അടുത്തത് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. 25%. നമ്മൾ 25/100. അപ്പോൾ 25/100 നമ്മൾ ചെറിയ ഫോമിലേക്ക് എഴുതുമ്പോൾ രണ്ടിലും ക്യാൻസൽ ചെയ്യാൻ 0 ഇല്ല അല്ലേ. അപ്പോൾ നമ്മളിതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകണം. ഒരേപോലെയുള്ള നമ്പർ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. അതായത് 25-ൽ 25 ഒരു പ്രാവശ്യം പോകും, 100-ൽ 25 4 പ്രാവശ്യം പോകും, 1/4. ഇനി നിങ്ങളോട് ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 75% പറഞ്ഞിട്ടുണ്ട് അല്ലേ. 75%. അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യും? നമ്മൾ 75/100. 75/100. ഇവിടെ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാനില്ല. 75-ലും 100-ലും പൊതുവായിട്ട് പോണ നമ്പർ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 75-ൽ എത്ര? 25 പോലെ 3 പ്രാവശ്യം, 100-ൽ 25 4 പ്രാവശ്യം, 3/4. അടുത്തത് 20% തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് 20/100. ഇത് 20/100 നമ്മൾ ഇതിൻ്റെ ലഘു രൂപത്തിലേക്ക് എഴുതാണ്. ഇവിടെ 0 വന്നിട്ടുണ്ട്, ക്യാൻസലാക്കാം. 2/10. 2/10. 2-ൽ 2 ഒരു പ്രാവശ്യം, 10-ൽ 2 5 പ്രാവശ്യം, 1/5. ഇനി നമുക്കിതിലെ ടെക്സ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ 183 ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്